വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേക്കുകളുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ കേക്കൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ പലതരം ഷേക്കുകളുണ്ട്. ഇന്ന് ഞാൻ റെഡ് വെൽവെറ്റ്, നമ്മുടെ ക്രിസ്മസിൻ്റെ റെഡ് കളർ തീമിൽ ഒരു ചെറിയ ശ്രമമാണ് നടത്തുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ പാല് കുറച്ച് തണുത്ത പാലാണ്, നല്ല കട്ട പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ സാധാരണ തിളപ്പിച്ച പാലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ സേഫായിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് കട്ടയായിട്ടുണ്ട്. പിന്നെ അതിലോട്ട് സാധാരണ നമ്മൾ ചേർക്കാത്ത സാധാരണ ഐസ്ക്രീം ഒക്കെയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഞാലിപ്പൂവൻ പഴം, ഒരു ആപ്പിളും കൂടി ചേർത്തൊന്ന് അടിക്കുകയാണ്. പാലും ഫ്രൂട്ട്സും കൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. വാനില ഐസ്ക്രീം ഒരു സ്കൂപ്പ് അടിയിലോട്ട് ഇടുകയാണ്. കുറച്ചൊഴിക്കാം. ഇത് നമുക്ക് സ്ട്രോബെറി വാനില മിക്സാണ്. കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു കളർ ഷെയ്ഡ് കിട്ടാനൊക്കെ ആയിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഒന്നിൽ കൂടുതൽ ഷേക്കിനുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ചൊന്ന് പൊടിച്ചിടാം. അപ്പം തന്നെ ഏകദേശം ഒരു ഫില്ലിംഗ് ആയി. ആ കളറൊക്കെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങും ഷേക്കിൻ്റെ അകത്തേക്ക്. ഇനി നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെക്കാം. നമുക്ക് ഇതിന് മുകളിൽ കേക്ക് പീസ് വെക്കാം. ഇത് ഐസിങ് ഇല്ലാത്ത കേക്ക് ഉപയോഗിക്കാം. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ക്രീമും എല്ലാം ഉണ്ട്. എപ്പോഴും ശീലമാക്കിയില്ലെങ്കിൽ നമുക്കിതുപോലെ ഫെസ്റ്റീവ് ടൈമിലൊക്കെ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സീസണിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അട്രാക്റ്റീവ് ഷേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.